ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ തിരിച്ചറിയാൻ വളരെ വൈകിപ്പോയി. പ്രതാപേട്ട, ഞാൻ നിരപരാധിയാ. നീ നിരപരാധിയോ? നീയും ഈ നിൽക്കുന്നവനും തമ്മിലുള്ള നാണം കെട്ട ബന്ധം അത് ഞാൻ വളരെ മുന്നേ മനസ്സിലാക്കിയതാ. രാഷ്ട്രീയത്തിന്റെ തിരക്കിലെ പ്രതാപൻ ഓടി നടക്കുമ്പോ ഇവനൊപ്പം ജീവിക്കുകയായിരുന്നു. നിർത്തടി. ഞാൻ പറയൂടി, എടി ഞാൻ എല്ലാം വിളിച്ചു പറയും. എന്റെ ആങ്ങളെ ചതിക്കാനേ ഞാൻ സമ്മതിക്കില്ല. പ്രതാപൻ ഇവിടെ ഇല്ലാത്ത പല രാത്രികളിലും ഇവനെ വിളിച്ച് മുറി കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഇവള് പക്കാ ക്രിമിനല. ഇവളെ ഞാൻ കൊല്ലും. തൊട്ട് പോരുന്നില്ല ചേച്ചിയെ. നിന്നെ ഇവളെ ഞാൻ ഇവിടെ എടുത്ത് തീർത്തളയും. പ്രതാപേട്ട, നമ്മുടെ ജീവിതം ഇല്ലാതാക്കാനാ ഇവരിതെല്ലാം ചെയ്യുന്ന. നിങ്ങളത് തിരിച്ചറിയണം പ്രതാപേട്ട. എന്റെ ആങ്ങളയുടെ ജീവിതം നശിക്കരുത്. ഇനിയെങ്കിലും ഈ സത്യങ്ങൾ ഇവൻ അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ചേച്ചി, നിന്റെ ചേച്ചി നിന്നോട് പറയുന്നതിലൊക്കെ അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എടാ, ഇവളുടെ കോൾ ഹിസ്റ്ററി പരിശോധിക്കണം. അല്ല, ഒരു തെളിവ് ഞാൻ ഇപ്പൊ തരാം. പ്രതാപേട്ടൻ താമസിച്ചേ വരൂ. ജഗന്നാഥേട്ടൻ ആരും കാണാതെ ഇതും കൊണ്ട് മുറിയിലേക്ക് വന്നാ മതി കേട്ടോ. ആരും കാണാതെ നോക്കണേ. പോരെ, ഇത്രയൊക്കെ തെളിവുകൾ പോരെ? കിടപ്പറയില് വരെ നിന്നെ ചതിക്കുന്നൊരു ഭാര്യയെ നിനക്ക് എന്തിനാടാ പ്രതാപ? ഇവൻ ആ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് എപ്പോഴും ഉമ്മ വയ്ക്കുന്ന എന്തിനാ? പ്രതാപ, ഇവള് പ്രസവിച്ച ഈ കുഞ്ഞ് നിന്റേതല്ല. ആ കുഞ്ഞ് ജഗന്നാഥന്റെയാ. അത് തെളിയിക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ നിനക്ക് നാണക്കേടാട്ടാ. നാട്ടുകാര് അതും കൂടി അറിഞ്ഞാ പിന്നെ നിനക്ക് തൂങ്ങിച്ചത്താ പോരെ? അന്തസ്സും അഭിമാനം ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പൊ തല്ലുകയോ കൊല്ലുകയോ ചെയ്യുന്നില്ല. പക്ഷെ ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നോവിനാലേ